ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നൗഷാദ്, പരിപാടിയിൽ പങ്കെടുക്കുന്ന എൻ്റെ എച്ചമായിരുന്ന രാമശെട്ടി മാഷ്, എന്നോടൊപ്പം ഇവിടെ ജോലി ചെയ്ത അധ്യാപകർ, പ്രസിഡന്റ്, മദർ PTA പ്രസിഡന്റ്, നമ്മളൊക്കെ അന്ന് വിളിച്ചിരുന്ന തിമ്മപ്പു, പ്രിയപ്പെട്ട കുട്ടികൾ, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് നമുക്കിന്ന്. ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന ആളുകളാണ് ഇവിടെ ഇന്നുള്ളത്. മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 20 എന്ന് പറയുന്ന ഒരു ദിവസം ഡേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 23 വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ആ 2000 ബാച്ച് കുട്ടികളെ കാണാൻ പറ്റുന്ന ഒരു ദിവസം. യഥാർത്ഥത്തിൽ പല മുഖങ്ങളും അന്ന് ഓർമ്മയിലുണ്ടായിരുന്നില്ല. ചില ആളുകളെ കാസർഗോഡ് താമസിക്കുന്നത് കൊണ്ട് ചില ആളുകളെ കാണുന്നു എന്നതല്ലാതെ ആ ബാച്ചിലുള്ള പല ആളുകളും അന്ന് മനസ്സിലില്ലായിരുന്നു. പക്ഷെ നേരിട്ട് കാണുമ്പോൾ പല മുഖങ്ങളും നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഇവിടെയും അങ്ങനെയാണ്. നേരിട്ട് കാണുമ്പോൾ പല മുഖങ്ങളും അന്നത്തെ ആ വളരെ ചെറിയ ആ പ്രായത്തിലുള്ള ആ മുഖം മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 21 വർഷക്കാലം കഴിയുമ്പോൾ ആ 21 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല, വലിയ മാറ്റങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങൾ അങ്ങനെ മാറുന്നില്ല. ഒരു പക്ഷേ വലുപ്പത്തിൽ, തടിയിൽ വ്യത്യാസം വരുന്നു എന്നല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാനൊരു സാധ്യതയില്ല. അതുകൊണ്ടാണ് കാസർഗോഡ് ടൗണിലൂടെ നടക്കുമ്പോൾ പലരും ടീച്ചറെ എന്ന് വിളിക്കുന്നത്. പക്ഷെ പലപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ പറ്റാറില്ല പല ആളുകളെയും. പക്ഷെ ഞങ്ങളെ തിരിച്ചറിയുമെന്നുള്ളതാണ്. അവിടെ വന്നിരിക്കുന്നുണ്ട്, ആ മനുഷ്യനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പലപ്പോഴും കാസർഗോഡ് വെച്ച് കണ്ടിട്ടുണ്ട്. ഇതിലിപ്പോ ഞാൻ കണ്ടു എന്ന് പറയാൻ എനിക്കിത് ഒരു പക്ഷേ ഇതിലാരുമില്ല. ബിന്ദുവിനെ ഞാൻ അംബികയുടെ അനിയത്തി എന്ന രീതിയിലാണ് ഞാൻ നോട്ട് ഔട്ട് ചെയ്തത്. അംബികയെ അന്ന് കണ്ടു, അതേ കോപ്പിയാണ്. അങ്ങനെ ഞാനന്ന് ശില്പക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ശില്പേനെ അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റം, ആ മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റമാണ്. തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ആ ഒരു സ്നേഹം, പരിചയം പുതുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലേക്ക് കുറെ മുഖങ്ങൾ വന്നല്ലോ. നമുക്കിനി ഈ പരിചയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണ്ട. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുതുക്കാൻ കഴിയില്ല. ഇപ്പൊ ഗ്രൂപ്പിലുണ്ട്, ആ ഗ്രൂപ്പിലൂടെ നമുക്ക് ഈ പരിചയം പുതുക്കാൻ കഴിയണം. ഇടയ്ക്കുള്ള വിളി, അതൊക്കെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു പക്ഷേ അധ്യാപികയായിരിക്കുമ്പോ ഞാനൊരു പേടി സ്വപ്നമായിരുന്നു ഇന്ന് ഇവിടെ എത്തിയപ്പോഴും പലരും പറഞ്ഞു. അതൊക്കെ പഠനത്തിന്റെ ഭാഗമായി ആ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു എന്താ പറയേണ്ടത്, ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ബാച്ചിൽ വന്നപ്പോഴും പലരും പറഞ്ഞു എന്നോട് സംസാരിക്കാൻ ഇപ്പോഴും പേടിയാണ്. എന്തിനാ പേടിക്കുന്നത്?
അതാ പഠനകാലത്ത് ഞങ്ങളുടെ അധ്യാപകരിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചിടത്തോളം ഒന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങൾക്ക് തന്ന ശിക്ഷയോളം വരില്ല ഒരുപക്ഷെ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അത്രയും ഭീകരമായ ശിക്ഷയാണ് പഴയ കാലത്തുള്ള അധ്യാപകരിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് നല്ല ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുട്ടികളെ പേടിപ്പിക്കാനോ തല്ലാനോ ഒന്നും പാടില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല. ശിക്ഷ എന്ന് പറയുന്നത് അതൊരു നമ്മളൊരു ത്തിന്റെ ഭാഗമായിട്ട് ഒന്നും ചെയ്യുന്നതല്ല. കുട്ടികളുടെ പഠനത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അധ്യാപകർ പലപ്പോഴും കുട്ടികളെ ശിക്ഷിക്കുന്നതും ചീത്ത പറയുന്നതും ഒക്കെ തന്നെ അതിന്റെ ഭാഗമാണ്. അതങ്ങനെ കണ്ടാൽ മതി. പക്ഷെ ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ആ രീതിയിൽ കാണേണ്ടതില്ല. നമ്മൾ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ടതായിട്ടില്ല. നേരത്തെ ആരോ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അങ്ങനെ വേണമെന്നില്ല. നമ്മളിപ്പോ സുഹൃത്തുക്കളാണ്. നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറെ ആളുകൾ ഉണ്ടാകാം അല്ലേ. കാരണം 7ാം ക്ലാസ്സിൽ നിന്ന് ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലേ, നമ്മുടെ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പല വഴിക്കായി പിരിഞ്ഞ ആളുകളാണ്. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് പരസ്പരം സംസാരിക്കൽ പോലും അല്ലേ, ക്ലാസ്സിലുള്ള കുട്ടികൾ തമ്മിൽ തന്നെ വലിയ സൗഹൃദം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോയത്. അപ്പൊ ഇത്രയും വർഷം കഴിയുമ്പോൾ ഈ ആളുകളെ എല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കുക, പല കണ്ണികളായി നിന്ന ആളുകളെ ഒരു കണ്ണിയിൽ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അതിന് വലിയ എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് തരണം ചെയ്തുകൊണ്ട് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള വിജയം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറെ ആളുകള് പിന്നെ ഇപ്പം നമ്മുടെ പ്രവാസിയായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവർക്ക് അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഒന്നും സാരമില്ല. നമുക്ക് ഇനി ഒരു പ്രാവശ്യം ഇതിവിടെ അവസാനിപ്പിക്കരുത്. ഇനി ഒരു പ്രാവശ്യം എല്ലാവരുടെയും പരമാവധി ആളുകളുടെ സൗകര്യത്തിൽ ചേരാൻ പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് ഒന്നും വേണ്ട, വെറുതെ ഒന്ന് വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് ഇങ്ങനെ ഒരു സൗഹൃദം പുതുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും കൂടി നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നും അതിൽ കാണണ്ട. സാമ്പത്തികമായി നമ്മൾ അതിന് വലിയ ചെലവൊന്നും കാണേണ്ടതില്ല. നമുക്കൊന്ന് കൂടുക, ഒരു ചായ കുടിക്കുക, ഒന്ന് സൗഹൃദം പുതുക്കുക, പോവുക. ആ തരത്തിലേക്കുള്ള ഒരു സൗഹൃദം പുതുക്കാനുള്ള ഒരു അവസരവും കൂടി നിങ്ങൾ ഇന്നിവിടെ എത്താൻ പറ്റാത്ത ആളുകൾക്ക് വരാൻ പറ്റുന്ന സമയത്ത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ നമുക്ക് ഈ സൗഹൃദം പുതുക്കിക്കൊണ്ടു പോകാൻ കഴിയണം എന്നുള്ളതാണ് ഈ മീറ്റപ്പിന്റെ ഭാഗമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ നമ്മൾ മറ്റൊന്നും തിരിച്ചറിയാത്തത് കൊണ്ടോ ഉള്ള അങ്ങനത്തെ ഒരു പരിഭവങ്ങളോ വിഷമങ്ങളോ ഒന്നും കാണേണ്ടതില്ല. എത്രയോ കുട്ടികൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. 2004 ഞാൻ ഇവിടുന്ന് പോകുന്നത്. 2004 മുതൽ 2021 വരെ കാസർഗോഡേക്ക് പോയതിനു ശേഷം ഒട്ടേറെ കുട്ടികൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വളരെ ചെറിയ പ്രായത്തിലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖങ്ങൾ ഓർമ്മയില്ല എന്നുള്ളതാണ്. അതൊന്നും ഒരു പരിഭവമല്ല. ഇങ്ങനെ നമുക്ക് പരിചയം പുതുക്കാൻ കഴിയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. ആ ഒരു സന്തോഷം ഇനി നമുക്ക് പുതുക്കാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ജോസ് മാഷ് ഇവിടെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളൊന്നും പഠിച്ച കാലഘട്ടം അല്ല അല്ലേ. അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഉഷാറല്ലാന്ന് മനസ്സിലായി. കുടുംബമില്ലേ നിങ്ങൾക്കൊന്നും? അങ്ങനെയുണ്ട്.
ചോദിച്ചത്. അബ്ദുള്ള കുഞ്ഞ് വേറെ എവിടെയോ എറണാകുളത്ത് അവിടെ ആയിരുന്നു തോന്നുന്നു, ഇപ്പൊ വന്നാന്ന് തോന്നുന്നു. ഞാൻ സൂചിപ്പിക്കുന്ന അതല്ല, നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മ ആഗ്രഹിക്കുന്ന പോലെ അല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറണം, അല്ലേ? സുരക്ഷിതരല്ലാതെ പോകുന്ന തരത്തിലേക്ക് നമ്മുടെ നാടിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. എന്തായാലും മാഷ് പറഞ്ഞാൽ തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുക എന്നുള്ളത്. നൗഷാദ് എന്നോട് പറഞ്ഞു, എറണാകുളത്ത് നൗഷാദിന്റെ മക്കൾ പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിലാണ് എന്ന് പറഞ്ഞു. പൊതുവിദ്യാലയങ്ങൾ ഇപ്പം പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ മക്കളെ നിങ്ങളൊക്കെ തന്നെ പഠിച്ച പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്കും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നല്ല വിദ്യാലയങ്ങൾ, നമ്മളൊക്കെ പഠിച്ച വിദ്യാലയങ്ങളല്ല, ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, കെട്ടിടങ്ങളൊക്കെ ഒരുപാട് മാറി, അല്ലേ? നമുക്കൊരു ഓല ഷെഡൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്ത്, ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്? അതല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളുടെയും കെട്ടിടങ്ങൾ മാറി, അതിനകത്തുള്ള സൗകര്യങ്ങൾ മാറി, ലാബുകൾ മാറി, ലബോറട്ടറികൾ മാറി, എല്ലാം മാറി ഹൈടെക്കായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമായി, ഉത്തരവാദിത്തമായി നമ്മൾ കാണണം എന്നുള്ളതാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും കൂടി നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിന്, നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞതിന്, നമ്മുടെ അധ്യാപകർക്ക് ഇങ്ങനെ ഒരു കൂടിച്ചേരാൻ അവസരം ഒരുക്കിയതിന് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുവാൻ വേണ്ടി രാമചന്ദ്ര മാസ്റ്റർ ക്ഷണിക്കുന്നു. സംസാരിക്കുമ്പോൾ കന്നഡ അധ്യാപകരെ, പക്ഷെ നിങ്ങൾ നമ്മളെ കന്നഡക്കാർ കൂടി സ്മരിച്ചുപോയത് വളരെയധികം സന്തോഷമാണ്. ഇതുവഴി മലയാളം കന്നഡ ഭാഷ എന്ന് വ്യത്യാസമില്ലാത്തൊരു കൂട്ടുകാരായി നിങ്ങൾ ഈ സ്കൂളിൽ ഞങ്ങളെ ക്ഷണിച്ചത് വളരെയധികം സന്തോഷമാണ്. ഈ കൂട്ടായ്മ സൗഹാർദ്ദത്തിലേക്ക് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നൗഷാദ്, അതേപോലെ തന്നെ ഈ സൗഹാർദ്ദത്തിനെ കുറിച്ച് ഉദ്ഘാടകനായി സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഈ ഇരിക്കുന്ന അധ്യാപകരെക്കാൾ ഞാൻ 1986 ഈ സ്കൂളിലേക്ക് വന്നത്. അതിനുശേഷം എൻ്റെ കൂട്ടുകാരനായി കൂടിയ ഈ സ്കൂളിലെ ഒരു സമ്പത്തി എന്ന് പറയാം ബഹുമാനപ്പെട്ട ഈ സ്കൂള് 1 മുതൽ 5-ാം ക്ലാസ് 7ാം ക്ലാസ് വരെ കന്നഡവും മലയാളം ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 1995 കുട്ടികൾ ആയ നിങ്ങൾ ആ മുഖങ്ങൾ ചിലതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്.
പക്ഷെ നിങ്ങൾ വയസ്സാകുമ്പോൾ ആ വ്യത്യാസത്തിലേക്ക് മാറിക്കൊണ്ട് ഇപ്പൊ ആ മുഖഛായ മാറ്റിക്കൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുമെന്ന് കാണുന്നില്ല. ചിലവര് എന്നെ അറിയുമോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങളെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ചിലവരുടെ കുട്ടികളുടെ ആ മുഖഛായ മലയാളത്തിലെ കുട്ടികളെ കാണുമ്പോൾ മനസ്സിലായി. കാരണം വെച്ചാൽ ജോസ് മാസ്റ്റർ ശാന്തകുമാർ ടീച്ചറും ഇല്ലെങ്കിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ ഈ സ്കൂളിൽ വരാതെ ഇരിക്കുന്ന അവസരത്തും നമ്മൾ ആ ചാർജ് സ്കൂളിലെ ചാർജ് ഏറ്റെടുത്തിട്ട് എല്ലാ ക്ലാസ്സിലേക്കും ഞാൻ പോയാ അപ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചില കഥകൾ പറയും, ചില തമാശകൾ പറഞ്ഞു വിട്ടുണ്ട്. ആ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവും. അതായിരിക്കും എന്നെ ക്ഷണിച്ചത്. അതേപോലെ തന്നെ കോ കരിക്കുലം ആക്ടിവിറ്റീസ് ഇവിടെ മലയാളം കന്നഡത്തിൽ നിന്നും ഇതെല്ലാം എല്ലാവരും എല്ലാം സ്പോർട്സ് ഗെയിംസ് ഇതിൽ നമ്മളെല്ലാം നിരന്തരമായി പങ്കെടുക്കുന്ന അവസരത്തിൽ എല്ലാവരും ഞാൻ ഒരുമിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അതിൻ്റെ കൂടി ഒരു സന്തോഷമാണ്. അത് നമ്മൾക്ക് ഞാനത് ഓർക്കുകയാണ്. അതേപോലെ തന്നെ ഈ സ്കൂളിലെ ചില അവസ്ഥകൾ കാണുമ്പോൾ നമ്മൾ വളരെയേറെ അധ്യാപകർ സഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ചക്കഞ്ഞി കിട്ടണമെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ജോസ് മാസ് പറയും, എന്താ മാസേ ഇന്ന് ഉച്ചക്ക് കുട്ടികൾ കഞ്ഞി കൊടുക്കണമെങ്കിൽ വിറകില്ല, എന്താ ചെയ്യും എന്നുള്ള ഒരു ആ സാമ്പത്തിക ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നു. എന്നാലും കുട്ടികളെ വയറുനേറിയ ആ ഉച്ചന്റെ കഞ്ഞിക്ക് യാതൊരു ബുദ്ധിമുട്ട്, അടുത്തുള്ള വീട്ടുകാരുടെ സഹായം, അടുത്തിപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നത് തിമ്മപ്പിന്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ട കഴിഞ്ഞ ഇതിന്റെ പ്രസിഡന്റായിരുന്ന ബഷീർ, നമ്മുടെ ഈ അപ്പേട്ടൻ, ഇവർ നിരന്തരം ഞങ്ങൾ ഉപദ്രവിച്ചുണ്ടായിരുന്നു. കഞ്ഞിക്കതിന് മുമ്പ് പാട് നമ്മളതിന് പോയിട്ട് അങ്ങനെ ഒരു ഭാഗത്ത് ഉച്ചക്കഞ്ഞി കൊടുക്കാതെ അതേ കൃത്യമായ സമയത്തിന് അധ്യാപകർ വന്ന് ആ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ഈ സ്കൂളിക്ക് നല്ലൊരു ഭവിഷ്യത്തെ ഉണ്ടായി. ഇതൊരു അടിത്തറ. അതിന് മുമ്പ് ഈ 1926 അധ്യാപകരായി സ്ഥാപിച്ച പുക്കൻ മാസ്റ്റർ എന്ന കേട്ടിട്ട് പരിചയമില്ല. 86 ശേഷം വരുമ്പോഴാണ് ഇവിടെ ചെറിയ കഷ്ടങ്ങളുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ക്ലാസ് മുറികളെല്ലാം അശ്ലീല ആക്കിയിട്ട് രണ്ടും ഒന്നും എല്ലാം ചെയ്തിട്ട് അത് ഇനി വരുന്ന തലമുറക്ക് നമ്മളത് ആ കുട്ടികൾക്ക് പറഞ്ഞിട്ട് കൊടുക്കണം. സ്കൂളിൽ നിന്ന് അതും നമ്മൾ വീടിനെ പോലെ അത്ര ആ പരിസരവും ശുചിയും അതേപോലെ തന്നെ ശാന്തിയും സമാധാനവും സൗഹാർദ്ദവും പരസ്പരം നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇങ്ങനത്തെയുള്ള ഒരു സൗഹാർദ്ദം നിലനിൽക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഈ വരുന്ന അവസരത്തിൽ കൂടി നടന്നിട്ട് മധുരാൽപുത്തൂർന്ന് നടന്നുകൊണ്ട് വന്ന ഒരു കാലഘട്ടമാണ്. കുറേ കാടുകളുണ്ടായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഈ എൻ്റെ സർവീസ് ഒരു 23 വർഷം ഇതേ സ്കൂളിലാണ്. പക്ഷേ ചിലവർ ചോദിച്ചു, എന്താ മാസം നിങ്ങൾ ഇവിടെ തന്നെ കൂടിയോന്ന്. ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് എൻ്റെ വീട് കൂടി ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. രാത്രി സമയം ഇവിടെ കിടക്കുന്ന അവസരത്തിലുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഈ സ്പോർട്സ് ഗെയിംസ് കലാമേള പരിപാടികളിൽ ഞങ്ങൾ വീട്ടിൽ പോകാറില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. രാത്രി അതിൻ്റെ അടുത്ത് നമ്മുടെ അനുഭവങ്ങൾ കൊലയുണ്ട്. രാത്രി എല്ലാ ചില ഗുരുമാലകൾ നടന്നു. അങ്ങനെ നമ്മളെ പേടിച്ചിട്ടാണ് നിന്നുകൊണ്ടായിരുന്നു ഒരു കാലം. അപ്പൊ അതെല്ലാം ഓർമ്മിപ്പിക്കേണ്ടത് എന്താണ്, അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പം മാറി. ഇപ്പോൾ നല്ല ഒരു സ്ഥിതിഗതിയിലേക്ക് ഈ വിദ്യാലയത്തിന് ഗവൺമെന്റ് സ്കൂളിനെ കൊണ്ടുപോകാൻ ഇപ്പോൾ ആ മാറ്റം, അന്നുള്ള മാറ്റം ഇപ്പോൾ നല്ല രീതിയിലേക്ക് മാറി. അത് ഇവിടുത്തെ നാട്ടിൻ്റെ ജനങ്ങളുടെ, ഇവിടുത്തെ PTA-യുടെയും ഇവിടുത്തെ മദർ PTA-യുടെയും ഇവിടുത്തെ ഹെഡ് മാസ്റ്റർമാരുടെയും
ഇവിടുത്തെ കുട്ടികളുടെയും എല്ലാവരും കൂട്ടായ്മ തന്നെ ഇത് 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 ചെറുതായത് കെട്ടിടങ്ങളില്ലെങ്കിലും അതിന് വേണ്ട ഗവൺമെന്റ് കൊടുക്കുന്ന ആ ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് വേണ്ട പോലെ നമുക്ക് ലേറ്ററിൽ കൂടി ശരിയായതില്ല. അതുകൂടി ഇപ്പം എല്ലാ സൗകര്യങ്ങളും സ്കൂളിലേക്ക് എത്തിക്കാനും ഇവിടുത്തെ ഭരണാധികാരി നല്ല പ്രയത്നിക്കുന്നുണ്ടെന്നൊരു ദൃശ്യാക്ഷനാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരു ശാന്തിയും സമാധാനം എന്ന് പറയുമ്പോൾ നമ്മൾ ചില അധ്യാപകർ കുട്ടികളെന്നുള്ള ഒരു ഇതിലേക്ക് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയുന്നത് എന്നെ വളരെ ഇത് നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടി ഞാൻ 2008 വർഷത്തിലാണ് കുട്ടി 7 ക്ലാസ് വരെ പാസ്സായി. അവരെ സെൻറ്റർ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെ ഹെഡ് മാസ്റ്റർ ആയിരുന്നത് ശിവരാമമായി. അതൊരു വർഷം പെണ്ണുണ്ടായിരുന്നു. ഒരു കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരില്ല. ഞാനെന്താ വിചാരിച്ചു പേര് എന്തിനായിരിക്കുന്നു. അപ്പോൾ ശിവരാമൻ ഹെഡ് മാസ്റ്റർ കൂടി വിളിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പോകാനേ ആയി. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പോയി നമ്മളവിടെ അവരെ പേര്, അവരെ അമ്മ, അവരെ മുത്തച്ഛി, അവരെല്ലാം എന്നോട് വരാൻ പറഞ്ഞു. ഉള്ളിൽ വരാൻ പറഞ്ഞ് എന്നെ മുത്തശ്ശി പറഞ്ഞു, നോക്കുമോളെ അതാ ആ മാഷ് വന്നല്ല, ആ മാഷ് എല്ലാം സ്കൂളിലേക്ക് എത്താനുള്ള മനസ്സ് നിങ്ങളോട് വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.